Hello guys, welcome back to Mallu Comics. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ കാസ്റ്റ് ആണ്. വളരെയധികം മികച്ചൊരു കാസ്റ്റിംഗ് തന്നെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് വേണ്ടി കാസ്റ്റിംഗ് ഡയറക്ടർമാർ ചെയ്തിരിക്കുന്നത്. ദിസ് ടൈം കാസ്റ്റിംഗ് വാസ് ഡൺ ബൈ ഷോയിങ് ചെയർസ് വിത്ത് ദ ആക്ടേഴ്സ് നെയിം. അതായത് ആക്ടേഴ്സിൻ്റെ പേര് ഓരോ ചെയറിനകത്ത് എഴുതി കാണിച്ചുകൊണ്ടാണ് കാസ്റ്റ് റിവീൽ ചെയ്തത്. ദാറ്റ് വാസ് എ ഹോൾ ഡിഫറെൻറ്റ് വേ. നമ്മൾ പ്രതീക്ഷിച്ച ചില സൂപ്പർ ഹീറോസ് ഒന്നും ഈ പടത്തിൻ്റെ കാസ്റ്റിങ്ങിൽ ഇല്ല. അൺപ്രഡിക്റ്റബിളായിട്ട് കുറേ സൂപ്പർ ഹീറോസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ഹോൾ കാസ്റ്റിംഗ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ തോർ മാർവലിൽ വീണ്ടും തിരിച്ചു വരുന്നത് നമുക്ക് കാണാം. പിന്നെ ആന്റണി മാക്കിയുടെ ക്യാപ്റ്റൻ അമേരിക്കയും തിരിച്ചു വരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ എക്സ്മെൻ ടീമും ഫാന്റാസ്റ്റിക് ഫോർ ടീമും തണ്ടർബോൾട്സ് ടീമിനെയും കൂടി പുതിയ അവഞ്ചേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ എക്സ്മെൻ ടീമിലെ മെയിൻ അംഗങ്ങളായ നമ്മുടെ വോൾവറിനെയും ഡെഡ്പൂളിനെയും ഇതുവരെ കാസ്റ്റിൽ റിവീൽ ചെയ്തിട്ടില്ല. പോൾ റൂഡ് ആൻഡ്മാനായി വീണ്ടും തിരിച്ചെത്തുന്നു. തണ്ടർബോൾട്സ് ഈ വരുന്ന മെയ് മാസത്തിലാണ് റിലീസ്. നമുക്ക് ഷാങ്ചിയെ പുതിയൊരു അവഞ്ചേഴ്സ് അംഗമായി കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ലോക്കി വീണ്ടും അവഞ്ചേഴ്സ് മൂവിയിൽ തിരിച്ചു വരുന്നു. അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ് നെയ്മറിൻ്റെയും. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കുറേ സൂപ്പർ ഹീറോസ് ഈ പടത്തിൽ ഇല്ല. ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനും മാർക്ക് റഫേലോൻ്റെ ഹൾക്കും പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും ഒന്നും കാസ്റ്റിലില്ല. ചിലപ്പോൾ ഇവരെ ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അതായത് ഒരു കെമിയോ ആയിട്ട് വരികയായിരിക്കും. ലാസ്റ്റായിട്ട് കാണിച്ചത് നമ്മുടെ മെയിൻ വില്ലനായ ഡൂം ആയ റോബർട്ട് ഡൗണി ജൂനിയറെയാണ്. അയൺമാനായിട്ട് വേഷം ചെയ്ത റോബർട്ട് ഡൗണി ജൂനിയർ വില്ലനായിട്ട് മാർവലിൽ തിരിച്ചു വരാൻ പോകുന്നു. റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ഈ തിരിച്ചുവരവ് ആരാധകരെ ആവേശം കൊള്ളിപ്പിക്കുന്നു. ഡൂമിനെ കോമിക്സിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വളരെയധികം പവർഫുള്ളായിട്ടാണ്. ഈവൻ ഹീ ക്യാൻ ഡിഫീറ്റ് താനോസ്. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ വോൺ ഡൂമിൻ്റെ കെമിയോ നമുക്ക് പ്രതീക്ഷിക്കാം. RDJ ഈ റോൾ തകർത്താടുമെന്ന് തന്നെയാണ് മാർവൽ ആരാധകരുടെ പ്രതീക്ഷ. ഡൂംസ്ഡേയിലേക്കുള്ള മെയിൻ ബ്രേക്ക് ത്രൂ ആയിരിക്കും ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മൂവി. ലോക്കി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ചെയ്യാൻ പോകുന്നത്. തോർ ലോക്കി റിയൂണിയൻ നമുക്ക് ഈ മൂവിയിലൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.